ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരുടെയും നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്കൊരു നൈറ്റ് ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പോൾ സമയം 11:37. ഇപ്പോൾ നാട്ടിൽ 2:07, ഐ തിങ്ക് അതെ 2:07. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ നേരം വെളുപ്പിക്കുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കഴിച്ച് പിന്നെ സർവ്വമായി ഇരുന്ന് കണ്ടു. ടൈമോണല്ലോ. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് ഞാൻ മെഷീനിലിട്ടു. ഇപ്പോൾ ഓണാക്കാൻ നിന്നില്ല ഞാൻ, കാരണം സൗണ്ടായിരിക്കും, മീൻസ് ചെറിയൊരു സൗണ്ട് പോലും. രാത്രി 2-3 മണിയല്ലേ, ആൾക്കാരുടെ ഉറക്കവും. പിന്നെ ഒന്ന് കുളിച്ചൊക്കെ വന്ന് ജസ്റ്റ് ഒരു സ്കിൻ കെയർ, ഒന്ന് നയസിനമൈഡ്, പിന്നെ കുറച്ച് വാസ്ലിൻ ലിപ്പിലും അപ്ലൈ ചെയ്ത്, പിന്നെ ഒരു നിവ്യയുടെ എന്തായിരുന്നു ഒരു മോയ്സ്ചറൈസർ, അടിപൊളിയത്. അങ്ങനെ പിന്നെ ഇരുന്ന് വീഡിയോസൊക്കെ കണ്ട്. പിന്നെ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ, ഞാൻ ഫസ്റ്റ് ഞാൻ കണ്ടു തുടങ്ങിയ ചൈനീസ് സീരീസ് അത്. അപ്പോൾ എത്ര തവണ ഇപ്പം ഞാനത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു എന്ന് എനിക്കറിയില്ല. ഒരു 3-4 വർഷത്തിനിടയിൽ ഒരുപാട് തവണ ഞാനത് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ ആദ്യം അതിൻ്റെ ഇരുന്ന് കണ്ടു. പിന്നെ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. പിന്നെ ഒരു ചോക്കി 1-2 ചോക്കി കഴിച്ചു. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് തിന്നു. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇരുന്ന് ഞാൻ മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ ഇരുന്ന് കണ്ട്. അങ്ങനെ അത് കുറേ എപ്പിസോഡായപ്പോൾ പിന്നെ വീണ്ടും ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും റീൽസിലേക്ക് കടന്നു. പിന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്തു. ഞാനെപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അന്നേരം 2:19 ആയതേ ഉള്ളൂ. പിന്നെ ഇരുന്ന് റീൽസ് ആദ്യം നോക്കി ബോറടിച്ച്. പിന്നെ ഇരുന്നും കിടന്നും എന്താ പറയുക, നിന്നുമൊക്കെ ഞാൻ റീൽസ് കണ്ടു. പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പൊരീൻ്റെ ഉണ്ട, റൈസ് പഫ്ഡ് ബോൾ എന്ന് അങ്ങനെ എന്തോ അതിൻ്റെ പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ നിന്നൊക്കെ. പിന്നെ ഇത് മിച്ചർ പോലെയുള്ള എന്തോ ഒരു സാധനം, കടലൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് നേരം ബസ് ട്രാഫിക് ഫീവർ എന്നോ അങ്ങനെ പറഞ്ഞൊരു ഗെയിമാണ് അത് കളിച്ച്. പിന്നെ അപ്പോഴും 4:54 അത്രേ ആയുള്ളൂ. പക്ഷേ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും രാവിലെ 7-8 മണിയായിരുന്നു, കാരണം അങ്ങനെ വെളിച്ചം വന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അതും ഇവിടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ കടലിൽ നിന്നാണ് പൊങ്ങി വരുന്നത്.